അപ്പോൾ എക്സിറ്റ് എന്ന് പറയുന്ന മൂവി, റെനിഷയുടെ മൂവി ഇവിടെ ഇന്ന് റിലീസായിരിക്കുകയാണ് March 8 വേൾഡ് വിമൻസ് ഡേയിൽ. ഹാപ്പി വിമൻസ് ഡേ റെനിഷ. സെയിം ടു യു. ഓക്കെ. അപ്പോൾ ഒരു അമ്മ എന്നതിലുപരി ഒരു വിമൻ എന്നുള്ള രീതിയിൽ എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പ്രകടനം? അതും ഇന്നത്തെ ദിവസം ഒരു സൂപ്പർ ഡേ ആണ് നമുക്ക്, അല്ലേ? അതെ അതെ, അടിപൊളിയായിരുന്നു. കുറച്ച് കാണെങ്കിലും അവൾ നന്നായി ചെയ്തു, കണ്ണു നിറഞ്ഞു. ഓരോ സീന് കാണുമ്പോഴും നന്നായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, അപ്പോഴേ അതിന്റെ ഭംഗി എന്താണെന്ന് അറിയുള്ളൂ. ഓ പറയൂ, എന്താ പറയണ്ട്. വിമൻസ് ഡേ ആയിട്ട് മൂവി റിലീസ് ചെയ്യാൻ പറ്റിയതും, ഈ സിനിമ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫീമെയിൽ ക്യാരക്ടറേ വരുന്നുള്ളൂ. അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി. അതിൻ്റെ പക്ഷെ മൂവി ഇത്രയും അടിപൊളിയായി ഗംഭീരമായതിൻ്റെ ക്രെഡിറ്റ്സ് ഡയറക്ടർ, ക്യാമറാമാൻ, സ്ക്രിപ്റ്റ്, വിശാഖ്, വൈശാഖ്, ആഷ്ലിൻ, ശ്രീരാം, എല്ലാവർക്കും സത്യം പറഞ്ഞാൽ അമ്മ മോളെ മറന്നില്ല. അമ്മയ്ക്ക് എപ്പോഴും മോളായിരിക്കുമല്ലോ വലുത്. പക്ഷെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് OTT വന്നിട്ടോ അല്ലെങ്കിൽ മൊബൈലിൽ വന്നിട്ടോ ഒന്നും കണ്ടാൽ അത് കിട്ടില്ല. ആ ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് മൂവിയാണ്. ഉറപ്പായിട്ട് ഇഷ്ടമാവും. കാരണം കയറി കണ്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ എന്താ പറയാ, ഒരു തരിച്ചിരുന്നു പോയി. വെച്ച് തരിച്ചിരുത്തുന്നുണ്ട്. പോപ്കോൺ ഒക്കെ വാങ്ങിച്ചത് വേസ്റ്റ് ആയിപ്പോയി. അല്ല, എല്ലാവരും ശ്വാസം വിടുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ക്ലൈമാക്സ് സൂപ്പർ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഇല്ല 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 കണ്ടിട്ടില്ല ഇതുവരെ. ഈ ഒരു ജോണർ ആരും ട്രൈ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ബോളിവുഡിന്റെ ടച്ച് ഒക്കെ എവിടേക്കോ വരുന്നുണ്ട്. ഇങ്ങനെ വരണം എന്ന് പറഞ്ഞിട്ട് ദൈവം അതുപോലെ ആക്കി. അപ്പോൾ എന്തായാലും വിമൻസ് ഡേക്ക് ഒരു ഗംഭീര പ്രകടനമായിട്ടാണ് നമ്മളുടെ റെനീഷ വന്നിരിക്കുന്നത്. അപ്പോൾ റെനീഷയെ ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അമ്മ ബിഗ് ബോസിലും കാര്യങ്ങളിലൊക്കെ പോയി. മോളുടെ ഈ അഭിനയബോധത്തെ പറ്റി എന്താണ്, എവിടെയാണ് പറഞ്ഞത്? അവള് കുട്ടി തൊട്ട് അങ്ങനെ ഭയങ്കര അഭിനയായിരുന്നു. ഇപ്പൊ തമിഴ് പടം ചെയ്യാൻ പോവാണ്, തമിഴ് മൂവി ചെയ്യാൻ പോവാണ്. സപ്പോർട്ടാണോ മോക്ക് എപ്പോഴും? അമ്മ എന്നല്ല, വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. മോനുണ്ട്, അച്ഛനുണ്ട്, ഞാനുണ്ട്. അവർക്ക് എന്താ ഇഷ്ടം അത് ചെയ്യട്ടെ. പെൺകുട്ടികൾ ഇങ്ങനെ ഇപ്പോൾ വളരെ ഫ്രീഡം കൊടുത്ത് വളർത്തുന്നു, അവർ പുറത്തേക്ക് നല്ല രീതിയിൽ വരുന്നു, അതിലൊക്കെ എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി അല്ലാത്തവരും ഉണ്ട് കുടുംബത്തില്, മുസ്ലിംസ് ആയതുകൊണ്ട് നമ്മൾ കണക്കാക്കണില്ല. നമ്മുടെ മക്കൾക്ക് ഏതാ ഇഷ്ടം അതുപോലെ അവർ വളരട്ടെ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. തിരിച്ചുമ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം.